യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ശബരി, ദയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം കൂടി കണക്കിലെടുത്താ ഞാനിവരെ ഇവിടെ നിർത്താൻ പറയുന്നത്. അല്ലാതെ എനിക്ക് ആരോടും മത്സരിക്കാൻ വേണ്ടിയൊന്നുമല്ല. അതെ, എന്റെ അനിയനും കുടുംബത്തിനും ദോഷം വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല അമ്പിളി. ശബരി, പല കാരണങ്ങൾ കൊണ്ടും ദയയും കുഞ്ഞിനെയും ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതാ നിനക്ക് നല്ലത്. ദേ, നിന്റെ ജീവിതവും കൂടി ഓർത്താ ഞാൻ ഈ പറയുന്നത്. ജീവിക്കേണ്ടത് നമ്മൾ ഒരുമിച്ചല്ലേ ശബരിയേട്ട? ഈ സമയത്ത് എന്റെയും കൂടി ഇഷ്ടം ശബരിയേട്ട മാനിക്കണം. പെട്ടെന്നൊരു ഉത്തരം പറ ശബരിയേട്ട. എന്തിനെത്ര തിടുക്കം? മോന്റെ ചടങ്ങ് കഴിഞ്ഞല്ലേ ഉള്ളൂ. ആഹാരം കഴിച്ചിറങ്ങുന്നതിന് മുൻപ് ഞാൻ ഒരു തീരുമാനം പറയാം. ഈശ്വര, വിനയനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് കുറച്ചു നേരം ആയല്ലോ. ആരും ഒന്നും പറയാത്തെന്താ? ഇനി ചീരുവിനെ ഒന്ന് വിളിക്കാന്ന് വെച്ചാ ഫോണും എടുത്തില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഡോക്ടർ, എന്റെ മകന്റെ അവസ്ഥ എന്താ? എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ? ആ ഷോക്ക് ഏറ്റു വന്ന കേസാണോ? അതെ അതെ അതെ. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. പേഷ്യന്റിനെ ഐസിയുലേക്ക് മാറ്റുക കുറച്ച് സീരിയസാ. അയ്യോ എന്റെ മോൻ, അയ്യോ അയ്യോ മോനെ വിനയ, എടാ മോനെ വിനയ, എന്റെ മോന്റെ അവസ്ഥ എനിക്ക് കാണാൻ വയ്യല്ലോ മോനെ വിനയ. അയ്യോ ഡോക്ടറെ, എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഭാര്യ രണ്ട് പെൺകുഞ്ഞുങ്ങളുള്ളതാ. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അറിയാതിരിക്കൂ, ഞാൻ പറയുന്നു കേൾക്കുന്നേ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ മോൻ ഡോക്ടർ. പേഷ്യന്റെ പേരെന്താ പറഞ്ഞു? വിനയേന്ദ്രൻ, എന്റെ മോനാ. ഓക്കെ, അച്ഛനൊരു കാര്യം ചെയ്യും. ഈ മരുന്ന് എത്രയും പെട്ടെന്ന് വാങ്ങി ഐസിയുലേക്ക് കൊണ്ടുപോവാ. കൂടെ വേറെ ആരുമില്ലേ? ഇല്ല സിസ്റ്ററെ, ഒരു അയൽക്കാരന്റെ വണ്ടിയിലാണ് കൊണ്ടുവന്നേ. അയാൾക്ക് വേറെ ട്രിപ്പ് ഉണ്ടായിരുന്നോണ്ട് വേഗം തിരിച്ചുപോയി. ഓ, ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാ ഞാൻ ഫോണും എടുത്തിട്ടില്ല. എങ്ങനെയെങ്കിലും വേണ്ടപ്പെട്ടവരെ വിവരം അറിയിക്കാൻ നോക്ക്. പിന്നെ അച്ഛനൊറ്റയ്ക്ക് ഇത് ഡീലാക്കാൻ പറ്റില്ല. അയ്യോ, എന്റെ മരുമോളെ ഒന്ന് വിളിക്കാൻ സിസ്റ്റർ ഫോണും തരുമോ? ഫോൺ തരാം. ഈ മെഡിസിൻ അത്യാവശ്യമായിട്ട് വേണം. അതാദ്യം വാങ്ങിച്ചിട്ട് വാ. ആ ശരി, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്താ സിസ്റ്ററെ? മരുമോളെ അല്ലേ വിളിക്കേണ്ടേ? നമ്പർ താ. വിനയന്റെ ഭാര്യ ചിലങ്ക, അവള് ഓഫീസിലാ. ഞാൻ നമ്പർ പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് വിളിച്ച കാര്യം പറഞ്ഞാലും മതി. ശരി. ആ, നിങ്ങൾ നമ്പർ പറഞ്ഞു തന്നിട്ട് പോയിക്കോ. മരുന്ന് പെട്ടെന്ന് വേണോ? ആയിക്കോട്ടെ. 9847. ശരി, ഞാനൊന്ന് ഗ്യാപ്പ് കിട്ടുമ്പോ വിളിച്ചു പറയാം. നിങ്ങൾ പെട്ടെന്ന് മരുന്ന് വാങ്ങിട്ട് വാ. ശരി ശരി, വാങ്ങിട്ട് വേഗം വരാം. ഇതെല്ലാം ഇവിടെ എഴുതിയാ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ സെക്ഷനിലാ. ഓ, ഒരു മിനിറ്റ്. ഹലോ ഹലോ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാ സംസാരിക്കുന്നത്. ചിലങ്കയല്ലേ? അതെ, പറഞ്ഞോളൂ. നിങ്ങളുടെ ഭർത്താവ് ഷോക്കേറ്റ് സീരിയസ് ആയിട്ട് ഐസിയുവില. നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി വിനയന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ടാ വിളിക്കുന്നത്. ഇതുപോലെ പല നമ്പറും പ്രതീക്ഷിച്ചാ ഞാൻ വന്നത്. വെറുതെ നിങ്ങൾ ഇതിന്റെ ഇടയിലേ കേറാൻ നോക്കണ്ട. എന്താ? എനിക്കിതിനൊന്നും സമയമില്ല. ഞാൻ ജോലിയില. ആരാ ചിലങ്കെ? ഓ, അതങ്ങനെ കൊറേ പ്രാങ്ക് കോൾസ്. നീ ഇത് പറ, ഈ സെക്ഷനിൽ എന്താ ശ്രദ്ധിക്കണ്ട?
ശബരി, ആ എന്താ തന്നെട്ടാ? നീ എപ്പോഴും ദയക്ക് അനുകൂലമായി മാത്രമേ തീരുമാനം എടുക്കാറുള്ളൂ. പക്ഷെ ഈ കാര്യത്തിലും നീ അവളെ സപ്പോർട്ട് ചെയ്താ അത് നമ്മുടെ കുടുംബത്തിന്റെ മൊത്തം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. ഇതും കുടുംബത്തിന്റെ നിലനിൽപ്പും തമ്മിൽ എന്താ തന്നെയാട്ട ബന്ധം? ദേ ഇപ്പൊ നീ ഞങ്ങളെ ധിഖരിച്ച് ദയയുടെ ഇഷ്ടത്തിനൊപ്പം നിന്നാൽ നാളെ ഞങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും വില അവള് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ ശബരി, ഞാൻ ഇതുവരെ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ സംഭവത്തില് നീ ദയയോടൊപ്പം നിന്ന അവൾ അശോകേട്ടനെയും ധനേട്ടനെയും കള്ളന്മാരായിട്ട് കണ്ടതിന് നീ അംഗീകരിച്ച പോലെ ആവില്ലേ? ശബരി, നീ പായസം കഴിച്ചില്ലല്ലോ? ഇതാ കഴിക്ക്, നല്ല പാലട പ്രഥമനാ. വേണ്ട ചേച്ചി, വയറ് നിറഞ്ഞിരിക്ക. ആ ശരി. ശബരി ഒന്നിങ്ങ വന്നേ, വാ. ധനേട്ട. ശബരി, ഞാൻ നിന്റെ ചേച്ചിയെ ഏട്ടത്തെയും കുറച്ച് കാണുകയാണെന്ന് തോന്നരുത്. ഇപ്പൊ അവരൊക്കെ ദയും കുഞ്ഞിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ വലിയ ഉത്സാഹം കാണിക്കും. പക്ഷെ അവിടെ എത്തിയ ഇവരാരും ഒരു കാര്യവും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ദയും കുഞ്ഞിനെ നോക്കാൻ നീ നല്ലോണം കഷ്ടപ്പെടും. പിന്നെ അത് മാത്രമല്ല ശബരി, പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് നാളെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാ എല്ലാരും നിന്നെ കുറ്റപ്പെടുത്തും. ഒരു മാസം കൂടിയെങ്കിലും ദയ ഇവിടെ നിൽക്കട്ടെ പ്ലീസ് ശബരി. ശബരീട്ട, ശബരീട്ടൻ എന്ത് തീരുമാനിച്ചു? എന്റെ ഇഷ്ടത്തിനെതിരെ ശബരീട്ടൻ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും ശബരീട്ടന്റെ തീരുമാനം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം. എന്നാലേ നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റൂ. അവരാരും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാൻ തിടുക്കം കൂട്ടുന്ന. എന്റെ അച്ഛനെയും രഘുവേട്ടനെയും അമ്പിളി ചേച്ചിയും അപമാനിക്കാനാ. അതിനെന്തായാലും ഞാൻ കൂട്ടു നിൽക്കില്ല. എല്ലാവരെയും വിളിച്ച് ദേ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞ് വേഗം കൂട്ടിക്കൊണ്ട് പോ. അവരിവിടെ നിന്ന് മുഖത്ത് അടി കിട്ടിയതുപോലെ ഇറങ്ങി പോകുന്നത് എനിക്ക് കാണണം. ശബരി, ഒന്നും കൂടെ വരൂ. വരൂ. ഇവിടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ശബരിക്ക് നല്ല സമ്മർദ്ദം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനും നിന്റെ അച്ഛനും രഘുവും ഈ കാര്യത്തിൽ നിന്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം അറിയാനാ താല്പര്യപ്പെടുന്നത്. വിശ്വാസവും ആചാരവും നാട്ടുനടപ്പൊക്കെ മനുഷ്യന്റെ സന്തോഷത്തിനും സൗകര്യത്തിനും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിന്റെ പേരിൽ ആരും ആരോടും ഒരു നിബന്ധനകളും വെക്കാൻ പാടില്ല. ദയ ശബരിയുടെ ഭാര്യ. അവളുടെ കാര്യത്തിൽ ശരിയാണെന്ന് തോന്നുന്നൊരു തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ആ തീരുമാനം ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാവുകയും ചെയ്യരുത്. അതെ, നീ എന്ത് തീരുമാനം എടുത്താലും നിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. നീ പറഞ്ഞോ ശബരി, അതിന്റെ മുകളിൽ വേറെ ആരും ഒന്നും പറയില്ല. ദേ മോനെടുത്തോ, നമുക്കിറങ്ങാം. ചേച്ചി, ശബരീട്ടൻ എന്താ ഈ പറയുന്നത്? എന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ല നിങ്ങൾക്ക്. ദേ, നിനക്ക് എന്റെ കൂടെ എന്റെ വീട്ടിൽ ജീവിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങണം. എന്താ പോലെ എന്താ ഉണ്ടായത്?
കരയല്ലേ? ചേച്ചി, അല്ലെങ്കിൽ എന്താ വിനിന് പറ്റിയത്? അത് ചീരു ഓഫീസിലേക്ക് പോകുമ്പോ അവൻ ഇസ്തിരി ഇടുമായിരുന്നു. ഇവളങ്ങോട്ട് ഇറങ്ങി 5 മിനിറ്റ് ആയിട്ടില്ല. അത് ബനിയൻ ഇസ്തിരി പെട്ടിന്ന് ഷോക്കേറ്റു. എന്റെ മോളെ, നിന്നെ വീണ്ടും വീണ്ടും ദൈവം ദുരിതത്തിലാക്കുകയാണല്ലോ. നിനക്ക് രക്ഷപ്പെടാൻ ഒരു ജോലി കിട്ടിയ ദിവസം തന്നെ വിനയൻ എന്താ കൊച്ചുകുട്ടിയാണോ? ഇസ്തിരിപ്പെട്ടി നിനക്ക് ഷോക്ക് ഏൽക്കാൻ? അമ്പിളി, അപകടം ആർക്കും എപ്പോ വേണമെങ്കിലും പറ്റാം. ബല, ഡോക്ടർ എന്താ പറഞ്ഞത്? അത് അച്ഛാ, ഈ മെഡിസിൻ വാങ്ങണം. നല്ല വിലയുള്ള മരുന്ന് ഇവിടെ കിട്ടാനുമില്ല. അനന്ത, ചീട്ടിങ്ങതാ. എത്ര വിലയുള്ളതാണെങ്കിലും എവിടെ പോയിട്ടാണെങ്കിലും അച്ഛൻ കൊണ്ടുവരും. രഘു, വാ, നമുക്ക് പോവാം. അമ്മാവൻ ഇവിടെ ഇരുന്നാ മതി. മരുന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അമ്മാവനിവിടെ ചീരുവിന്റെ അടുത്ത് വേണം. ആ, എന്നാ പിന്നെ വേഗം പോട്ടോ. കൊടുക്ക. രഘുവേട്ടാ, രഘു, ക്യാഷ് വെച്ചോ. അല്ല, അമ്മാവനത് കൈ വെച്ചോ, ആവശ്യം വരും. ഇത് ഞാൻ വാങ്ങിട്ട് വരാം. എന്റെ മോള് സങ്കടപ്പെടാതിരിക്കെ. വിനയനൊന്നും വരില്ല. അച്ഛനല്ലേ പറയുന്നത്. നമ്മൾ അവനെ തിരിച്ചു കൊണ്ടുവരും. അതിപ്പോ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ രക്ഷിക്കും. എന്തിനാ സത്യ ഇതൊക്കെ ആവശ്യമില്ലാതെ വാങ്ങിയത്? ഇതൊന്നും ആവശ്യമില്ലാത്തതല്ലോ. എല്ലാം വേണ്ട സാധനങ്ങൾ തന്നെയല്ലേ. അതൊക്കെ ശരിയാ. എന്ന് കരുതി ഇതിപ്പോ ഒരുപാട് പൈസയായില്ലേ? പൈസ എന്ന് പറഞ്ഞ ആവശ്യങ്ങൾക്ക് ചെലവാക്കാനുള്ളതല്ലേ അമ്മേ. അത് മാത്രമല്ല, ഇവിടെ ഒരു കുറവും ഉണ്ടാവരുതെന്ന് ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങി നിറച്ചാലും ഇതിപ്പോ സ്വന്തം വീടാവില്ലല്ലോ. സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും മാത്രം തീരുമാനമല്ലേ. ഞങ്ങൾ എല്ലാവരും അമ്മയും സോനയും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ ആയി കാര്യങ്ങള്. ഇനി കുറച്ചാളൂടെ ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇനി ഞങ്ങളായിട്ട് നിർബന്ധിക്കുന്നില്ല. എല്ലാം നിങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടത്തിന് വിട്ടുതരുക. പിന്നെ എന്ത് ആവശ്യമുണ്ടെങ്കിലും മടി വിചാരിക്കാതെ ഞങ്ങളോട് പറയണം. അത്രയെങ്കിലും ദയ അമ്മ എന്നോടും ഏട്ടനോടും കാണിക്കണം. ആ, നീ എന്താ സത്യം ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തൊക്കെ പറഞ്ഞാലും നീയും ഇന്ദ്രനും എന്റെ മക്കളല്ലാതെ ആവില്ലല്ലോ. നിങ്ങളുടെ പെരുമാറ്റത്തിൽ എനിക്ക് ദേഷ്യവും പിണക്കവും ഒക്കെ ഉണ്ട്, അത് സത്യമാ. പക്ഷേ എനിക്ക് നിങ്ങളെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. പിന്നെ അമ്മേ, എന്നെ ഏട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാ. എന്ത് കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ശ്യാം വീട്ടിൽ വന്നിരുന്നു. ശ്യാമോ? അതെ. പക്ഷേ നമ്മുടെ ആ പഴയ ശ്യാം ആയിരുന്നില്ല അത്. നീ എന്തൊക്കെയാടാ പറയുന്നേ? പറയാം. സോന എവിടെ? എന്റെ ഭാര്യ എവിടെ? സോനെ, ഞാൻ വന്നു. നിന്റെ ശ്യാം തിരിച്ചു വന്നു. അവനെ വിടരുത്. ചാടി വന്ന പേഷ്യന്റാ. ഇതാ ഉണ്ടായത്. ഓഹോ, അപ്പോ അവന് സ്വബോധം നഷ്ടമായപ്പോഴാണോ ഭാര്യയും കുഞ്ഞിനും ഓർമ്മ വന്നത്? അസുഖം വരുന്നതിന് ആരെയും പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അവനെ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത്രയ്ക്കും അവൻ എന്റെ മോളെ വേദനിപ്പിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ നാളു മുതൽ തുടങ്ങിയതാ സോനയുടെ കഷ്ടകാലം. നമ്മൾ എന്ത് വേണമെന്ന് അമ്മയോട് ചോദിച്ചറിയാൻ വേണ്ടിയാ ഏട്ടൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അവന് വട്ടായെങ്കിൽ അവൻ അനുഭവിക്കട്ടെ. ദേ, തൽക്കാലം ഇതൊന്നും സോനെ അറിയണ്ട. കഷ്ടപ്പെട്ടായാലും ജീവിക്കണമെന്നൊരു വാശി അവൾക്കുണ്ട്, അത് നശിപ്പിക്കണ്ട. അത് തന്നെയാ ശരിയെന്നാ എനിക്കും തോന്നുന്നത്. ശ്യാമിന്റെ അസുഖമൊക്കെ മാറി വന്നാ ബാക്കി നമുക്ക് ആലോചിക്കാം. അതെ അതെ, എന്റെ മകളെ ഉപേക്ഷിച്ച് പോയവനല്ലേ അവൻ. അപ്പൊ പിന്നെ അവനോട് സഹതാപത്തിന്റെ ഒന്നും ആവശ്യമില്ല. ശരി, അങ്ങനെ ചെയ്യാം. വൈകിട്ടെന്നാ ഞാൻ പോയി സോനയെ കൂട്ടിക്കൊണ്ടുവരാം. ആ,
അത് നന്നായി. ഇവിടെ വരെ നടന്ന് കഷ്ടപ്പെടണ്ടല്ലോ അവള്. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ചിലങ്ക കരയാതെ മോളെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. വിനയന് ഒരബദ്ധം വരില്ല മോളെ. എന്താ ഉണ്ടായത്? ഷോക്കടിച്ചതാ. അല്പം സീരിയസ് ആണെന്നാ പറഞ്ഞു. വിഷമിക്കാതെ മോളെ, വിനയനൊന്നും സംഭവിക്കില്ല. എനിക്ക് മാത്രം എന്താ ചേച്ചി ഇങ്ങനെ ഒരു ദുർവിധി? ഞാൻ ആരോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? കരയില്ല മോളെ, നല്ലവരെ ഈശ്വരൻ കൂടുതൽ പരീക്ഷിക്കും. നിനക്ക് ഈ വേദനയൊക്കെ തരുന്നത് അതുകൊണ്ടാവും. എന്റെ മോള് വിഷമിക്കാതെ. അടുത്തച്ഛ, സമാധാനമില്ലാതെ കരഞ്ഞ് കരഞ്ഞ് ഞാൻ എത്ര നാളായി ഇങ്ങനെ ജീവിക്കുന്നു. ഇങ്ങനെ മരിച്ച് ജീവിക്കുന്നതിന് നല്ലത് ഞാൻ മരിക്കുന്നതാ. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ഒരു സങ്കടം വരുമ്പോ ഇങ്ങനെ തളരുകയാണോ വേണ്ടത്? അതെ ചെല്ലുങ്ക, ഞങ്ങളെല്ലാവരും ഇല്ലേ, നീ സമാധാനിക്കുക. അല്ല ചീരു, എന്തിനാ വിനയൻ സ്വിച്ചില് കൈകൊണ്ട് വെച്ചത്? അല്ല, ഷോക്കടിക്കുന്ന അറിയാവുന്നതല്ലേ. അതോ ഇനി മനഃപൂർവ്വം ചെയ്തതാണോ? എന്റെ അമ്പിളി, നീ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്? അതെ അച്ഛാ, അവനത് ചെയ്യും. ഏത് രീതിയിലും ചിരുവിനെ വിഷമിപ്പിക്കാനല്ലേ നോക്കൂ. എനിക്കൊന്നും അറിയില്ല. എന്നോടുള്ള ദേഷ്യത്തിലും വൈരാഗ്യത്തിലും ചെയ്തതായിരിക്കും. വിനയൻ എങ്ങനെയുണ്ട് ഡോക്ടർ? പേടിക്കണ്ട, ജീവൻ ആപത്തൊന്നുമില്ല. അപകടനില തരണം ചെയ്തു. മിക്കവാറും നാളെ തന്നെ റൂമിലേക്ക് മാറ്റാം. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? ഇപ്പൊ വേണ്ട. അല്ല, നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? എന്റെ അനിയനാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് എന്റെ കൂടെ വരണം. ചെല്ല്. എന്താ എന്താ ചേച്ചി അവര് പറയുന്നേ? ഒന്നുമില്ല ചീരു, നീ വിഷമിക്കാതെ. അല്ല ചേച്ചി, എന്തുണ്ട്? അല്ലെങ്കിൽ മാറ്റി നിർത്തി സംസാരിക്കോ? നീ കരയാതെ മോളെ. അതേ മോളെ, കരയില്ലേ? ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? പക്ഷെ അല്ല അച്ഛാ, മാറ്റി നിർത്തി സംസാരിക്കുന്നത് കണ്ടില്ലേ? എന്തോ പ്രശ്നമുണ്ട് അച്ഛാ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേ. ശരി ഡോക്ടർ. എന്താ എന്താ ഡോക്ടർ പറഞ്ഞ? അത് പറയിന്ദ്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ സോനെ, മോളെ സോനെ, എന്നാലും നീ വന്നല്ലോ. വലിയ മനസ്സാ നിനക്ക്. ഈശ്വരന്റെ മനസ്സുള്ളവർക്ക് ഇങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനൊക്കെ പറ്റും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാനൊന്നും ക്ഷമിച്ചിട്ടും സഹിച്ചിട്ടുമില്ല. ഞാനിവിടുത്തെ സ്റ്റാഫാണ്. ഞാൻ ചെയ്യുന്നത് എന്റെ ജോലിയാണ്. അതിനെ ആരും മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. സോനെ, ഞാൻ വേണ്ട, ആരും ഒന്നും വിശദീകരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. അത് വിശദീകരിക്കാനും ശ്രമിക്കണ്ട. അയ്യോ, എന്റെ ദേഹം തോർത്തിയില്ല. ഞാൻ തുറത്തി തരാം. നിക്ക്. വേണ്ട, മാറാനല്ലേ പറഞ്ഞു. എനിക്ക് തോർത്തിടാം. അടങ്ങി നിക്കടാ. എന്താ ശ്യാം ഇത്? പിന്നെ ശ്യാമിയോടുള്ള കാര്യം നീ എന്താ പറയാതിരുന്നേ? പറഞ്ഞിട്ട് എന്താ പ്രയോജനം?
അയാളുടെ അവസ്ഥ കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ എന്നെയും കുഞ്ഞിനെയും വേണ്ടാന്ന് വെച്ച് പോയതല്ലേ. ഇനി എങ്ങനെയായ എനിക്കെന്താ? ഞാനിവിടെ എന്റെ ജോലി ചെയ്യുന്നു. അയാൾ ഇവിടെ എന്റെ ആരുമല്ല. ഞാൻ ഇവിടുത്തെ സ്റ്റാഫും അയാൾ ഇവിടുത്തെ പേഷ്യന്റും മാത്രം. പിന്നെ ശ്യാം ഇവിടെ ഉള്ള കാര്യം അമ്മ അറിയണ്ട. അമ്മ അറിഞ്ഞ ശരിയാവില്ല, അതുകൊണ്ടാ. ബാഗ് എടുത്തിട്ട് ഞാനിപ്പോ വരാം. ശരി. ഇന്ദ്ര, ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് വേഗം വരാം. രഘു, ഞാൻ കൂടെ വരാം. വേണ്ട, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഇന്ദ്രേട്ടാ, വിനേട്ടന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്തിനാ നിങ്ങൾ അകത്തേക്ക് വിളിപ്പിച്ചേ? ഏയ്, ഒന്നുമില്ല ചീരു. ഞാനും രഘു വിനയനെ കണ്ടില്ലല്ലോ. പിന്നെ മരുന്നുകളായിട്ട് പ്രതികരിച്ച് തുടങ്ങിയെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. വിനേട്ടന് ബോധം തെളിഞ്ഞോ? നിങ്ങളെ വിനേട്ടൻ തിരിച്ചറിഞ്ഞോ? അത് വിനയൻ ഞങ്ങളെ കണ്ടു, പക്ഷെ സംസാരിക്കാനായിട്ടില്ല. ഒന്നുമില്ല ചീരു. ഇന്ദ്ര, ചീരു, എന്താ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിട്ട് നീ എന്തിനെങ്ങനെ പേടിക്കുന്ന? ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല ചീരു, നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. അതല്ല ചേച്ചി, രാവിലെ ഡോക്ടർ ഇന്ദ്രേട്ടനെ വിളിച്ച് എന്തൊക്കെയോ രഹസ്യമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടതല്ല. ഇപ്പൊ ഇങ്ങനെ. മോളെ ഇല്ല ചാ, പ്രത്യേകിച്ച് ഒന്നും ഡോക്ടർ പറഞ്ഞില്ല. അവര് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിസിൻ ചേഞ്ച് ചെയ്യുന്ന കാര്യം പറയാനാണ് വിളിപ്പിച്ചത്. രഘു അത് വാങ്ങിക്കാൻ പോയിരിക്കുവോ? അല്ല, ഈ മെഡിസിൻ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാ മുമ്പത്തെ മെഡിസിനോട് പ്രതികരിക്കുന്നില്ല എന്നല്ലേ? അത് അങ്ങനൊന്നും ആവണമെന്നില്ല. കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതാവും. ഓ, ഇപ്പോ അതിന്റെ റിസൾട്ട് എന്താവോ ഈശ്വര. രാത്രി ആവാൻ പോവാ. നിങ്ങളെല്ലാരും അങ്ങ് പോവും. എനിക്ക് പേടിയാവുന്നു മാഷേ. ഒന്നുമില്ല, ബാലൻ ഇങ്ങനെ തളരില്ലേ. പിന്നെ ചീരുന്റെ അവസ്ഥ എന്താവും? അങ്കിളിന് ഒരു ടെൻഷനും വേണ്ട. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. വീട്ടിലിപ്പോ വേറെ ആരുമില്ല. ഞാനും അനുവും വേണമെങ്കിൽ രാത്രിയിൽ ഇവിടെ തങ്ങാം. എന്താനു? അതെ, ചീരുവിന്റെ അടുത്ത് ഞാനും കൂടി വേണം. പക്ഷെ ഇന്ദ്രേട്ടാ, വിച്ചുവിനെ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നത്. അത് കുഴപ്പമില്ലാനു. അവിടുത്തെ ചേച്ചിയെ നമുക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് വിളിച്ചു നോക്കാം. മോൻ അവിടെ നിൽക്കില്ലെങ്കിൽ ഞാൻ പോയി കുറച്ചു നേരം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയല്ലോ. അത് മതി. സത്യന, അവൻ അമ്മയുടെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. എന്നാ പെട്ടെന്നെടുത്ത് സംസാരിക്കും. എന്താച്ചാ ഇന്ദ്രേട്ടൻ എന്താ പറഞ്ഞ? ഒന്നുമില്ല മോളെ, വിനയനൊരു കുഴപ്പമില്ല. ഒന്നുമില്ല ചീരു, ഒന്നുമില്ല മോളെ. എനിക്കറിയില്ലേ ചീരു. മോളെ, ഇന്ന് സമാധാനിപ്പിക്കും. വിഷമിക്കാതെ. ഹലോ. ഇന്ദ്രേട്ടാ, ഞാൻ സോന വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്നാ വിളിക്കുന്നേ. ആണോ? അവിടെ എന്താ വിശേഷം? അതല്ല ഇന്ദ്രേട്ടാ, ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? അത് ശ്യാം ഇവിടെയുണ്ട്. ശ്യാം ഇവിടുന്ന് ചാടിയാ അന്ന് നമ്മളെ കാണാൻ വന്നത്. അവനെങ്ങനെ അവിടെ എത്തി? അതൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടത് പറയാം. ഇതൊരു വലിയ കണിയല്ലോ സത്യ.
അവൻ അവിടെ തന്നെ വന്ന് പെടുകയും ചെയ്തല്ലോ. അതെന്താ ഇന്ദ്രേട്ടാ? സോന ഉള്ളതല്ലേ അവിടെ. അവനെ കണ്ട് അവളുടെ മനസ്സ് മാറി എന്ത് ചെയ്യും? അവൻ ഇനിയും ഈ കുടുംബത്തിൽ ഈ അവസ്ഥയിൽ വന്ന അങ്ങനൊന്നും സംഭവിക്കില്ല ഇന്ദ്രേട്ടാ. പിന്നെ സോന അവനൊരു പേഷ്യന്റായി മാത്രമാണ് കാണുന്നത്. അതിപ്പോ അവള് എന്നോട് പറയുകയും ചെയ്തു. എന്നാലും എന്റെ മനസ്സമാധാനം പോയല്ലോ സത്യ. അങ്ങനൊന്നും ചിന്തിക്കണ്ട ഇന്ദ്രേട്ടാ. സോന ഇപ്പോ മെന്റലി വളരെ സ്ട്രോങ് ആണ്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ ശ്യാം ഇവിടെയുള്ള കാര്യം അമ്മ ഇപ്പൊ അറിയണ്ടെന്ന് അവള് പറയുന്നത്. അത് നല്ലതാ. അവള് പറഞ്ഞതാ ശരിയെന്ന് എനിക്കും തോന്നുന്നു. ആ അതെ. ശ്യാം നിന്നെ കണ്ടു സത്യ? ഇല്ല. ആ, സോനയുടെ അവിടെ സൂക്ഷിച്ചു നിൽക്കാൻ പറയണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ജോലി അങ്ങ് ഉപേക്ഷിക്കാൻ പറയണം. ഞാൻ പറയാം. ശരി ഇന്ദ്രേട്ടാ, ഞാൻ പിന്നെ വിളിക്കാന്നാ. ആ ശരി. നമുക്ക് ഉടനെ പോണോ അനു? അതെന്താ ഇന്ദ്രേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതല്ല, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ രഘു ഇപ്പൊ തിരിച്ചു വരികയും ചെയ്യും. നമ്മൾ കൂടി വെറുതെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കിറങ്ങാം. അല്ല, ഇന്ദ്രേട്ടനല്ലേ ഇന്നിവിടെ നിൽക്കാന്ന് പറഞ്ഞ? അത് പിന്നെ ഓർത്തപ്പോ പോകുന്നതാ നല്ലതെന്ന് തോന്നി. നീ ഇങ്ങ് വാ. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോ. ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. എന്നാ ഞാൻ പോയിട്ട് വരാൻ ചേരൂ. ശരി ചേച്ചി. പോട്ടോ മോളെ, ചെല്ലേ. അല്ല, ഇന്ദ്രന് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്ന് കാണും. അതായിരിക്കും പെട്ടെന്ന് പോയത്. അതെ, കച്ചവടക്കാരെ തിരക്കെന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അത്യാവശ്യം ഉണ്ടാവും. നമുക്ക് എന്തെല്ലാം കൂടെ മാറി നിൽക്കാം. വാ മോളെ. ഇന്ദ്രേട്ടന് പെട്ടെന്ന് എന്താ സംഭവിച്ചേ? വേണമെങ്കിൽ രാത്രി ഹോസ്പിറ്റലിൽ നിൽക്കാന്ന് വരെ പറഞ്ഞല്ലേ? അതെങ്ങനെയാനോ? മോനെ അപ്പുറത്ത് വീട്ടിൽ നിർത്തിയിട്ട് നമുക്ക് രണ്ടുപേർക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാ. എന്നാലും ഇന്ദ്രേട്ടൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ കാരണം അതൊന്നും അല്ല. സത്യം വിളിച്ചതിന് ശേഷമാ ഇന്ദ്രേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്ദ്രേട്ടാ? അമ്മയ്ക്കോ സോനയ്ക്കോ വല്ല വയ്യായികയും? ഏയ്, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അതിലും വലിയ കുരുക്കാ നമ്മുടെ കുടുംബത്തിനുണ്ടായിരിക്കുന്നേ. കുരുക്കോ? എന്തു കുരുക്ക്? സത്യൻ ഇന്ന് സോന വർക്ക് ചെയ്യുന്ന ഡി അഡിക്ഷൻ സെന്ററിൽ പോയിരുന്നു. അവിടെ വെച്ച് അവൻ ശ്യാമിനെ അവന്റെ അച്ഛനെയും കണ്ടു.